എപ്പടി ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കാറില്ല. ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് ഇപ്പൊ ഈ 3 ട്രൈ ചെയ്തപ്പോ എന്ത് തോന്നി? അതെന്താ ഇത്ര നാൾ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കാത്ത? ഈ ഡ്രസ്സ് ഏത് കളർന്ന് ഗസ് ചെയ്യാവോ? അമ്മയുടെ ഫേവറേറ്റ് കളറാണ്. Hey guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കുർത്ത സെറ്റ് ഹാൾ ആണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് കുർത്ത സെറ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ ചേർത്തിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അമ്മയുടെ ഒപ്പീനിയൻ നമ്മളടുത്ത് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അമ്മ കുറച്ച് പൊക്കം കുറഞ്ഞിട്ട് വണ്ണമുള്ള ഒരു ബോഡി ഷേപ്പ് ഒക്കെയാണ്. അപ്പം ഒരു മിഡ് ഏജ് 50+ 60+ ആയിട്ടുള്ള ആൾക്കാർക്ക് ചേരുന്ന രീതിയിലുള്ള കുറച്ച് കുർത്ത സെറ്റുകളാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ ബ്രൈറ്റ് കളേഴ്സും വരുന്നുണ്ട്, ലൈറ്റ് കളേഴ്സും വരുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും വരുന്നുണ്ട്. അപ്പം ഇത് എല്ലാം അമ്മയ്ക്ക് ചേരുന്നുണ്ടോ എന്നുള്ളത് ഇട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അമ്മയെ കൊണ്ട് ട്രൈ ചെയ്തിട്ട് അമ്മയുടെ ഒപ്പീനിയൻ നമുക്ക് ചോദിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. നോക്കമ്മ, ഇത്രയും ഡ്രസ്സ് ഞാൻ അമ്മയ്ക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അത്രയും ഞാൻ വാങ്ങിച്ചതാണ്. എല്ലാം അമ്മയ്ക്ക് വാങ്ങിച്ചത് തന്നെ. ഞാൻ എന്റെ രീതിയിലാണ് സൈസ് എടുത്തത്. മീൻസ് എന്റെ സൈസ് അല്ല, ഞാൻ അമ്മയ്ക്ക് ചേരുന്ന രീതിയിലാണ് സൈസ് എടുത്തിരിക്കണം. ചേരോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. ഓക്കെ, ഏതാ ഫസ്റ്റ് ഇംപ്രഷനിലേ ഇഷ്ടപ്പെട്ട്? നീലയാ? എനിക്ക് പച്ച കുറച്ചുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നായിരുന്നു. അല്ല, താഴെ ഇരിക്കണം. ഓക്കെ. പുന്നേ പുന്നേ, ഏയ് ഏയ്, ഹായ് ഹായ് ഹായ്. ഫസ്റ്റ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കുർത്ത സെറ്റ് തന്നെ ഇടാം. ഇതെടുത്തതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അഞ്ജുവിന് ഇതുപോലത്തെ ഉണ്ടെന്ന്. പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തെ അഞ്ജു ഇല്ല അഞ്ജു ഒരിക്കൽ എന്റെ അടുത്ത് ഇത് വാങ്ങിച്ചിട്ട് എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നുള്ളത്. പക്ഷെ എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ട് കൊള്ളാം, നമുക്ക് ചേരുമെന്ന് പറഞ്ഞത്. എനിക്കാണ് അവള് തിരിച്ച് റിട്ടേൺ ചെയ്തോന്ന് എനിക്കറിയാം. വയ്യ ഉണ്ടെന്നോണല്ലേ ഇപ്പൊ? ഞാൻ എവിടെയോ കണ്ടൊരു ഓർമ്മ. അപ്പോഴാണ് അവള് പറഞ്ഞത് എനിക്ക് ഇതുകൊണ്ട് കൊഴപ്പില്ല, അമ്മായിക്കും മരുവും കൂടെ ഒന്നും ഇട്ടോണ്ട് പോവാം. ഇതാണ് അന്ന് നീ എന്നെ കാണിച്ച ഡ്രസ്സ്. പക്ഷെ എനിക്ക് താഴെ പാറ്റേൺ ഡിഫറെന്റ് ഉണ്ടല്ലേ? അനാർക്കലി ആണെങ്കിൽ പക്ഷെ ഒരു സൈഡിലോട്ട് പൊങ്ങിയിരിക്കണ എന്തത്? അങ്ങനെയാണോ അത്? അല്ല, അനാർക്കലി ആണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മേലോട്ട് പൊങ്ങിയിരിക്കുന്നു. കണ്ടാ? നേരെ പിടിച്ചേ, കണ്ട? അങ്ങനത്തെ ഡിസൈൻ, അങ്ങനെ ഒരു ആംഗിൾഡ് മോഡൽ വരണ. അമ്മയുടെ ഡ്രസ് നോക്കട്ടെ, എങ്ങനെ ഉണ്ടാ? ഇഷ്ടപ്പെട്ടാ? ഇങ്ങനെ പാന്റ് കുറച്ചുകൂടെ മേലോട്ട് കയറ്റിയിരുന്നു. അല്ല, അത് അങ്ങനത്തെ പാരലൽ പാന്റാണ്. എനിക്കാണ് അമ്മയുടെ ബോഡി ഷേപ്പിന് ഇങ്ങനത്തെ അനാർക്കലീസ് ആണ് കുറച്ചും കൂടെ ചേർന്നത്. അമ്മയുടെ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ മേലോട്ട് റെക്ടാങ്കിളിലാണ് ഇരിക്കുന്നത്. അതിങ്ങനെ, മനസ്സിലായോ? അപ്പം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനാർക്കലീസ് അല്ലെങ്കിൽ അൻകർഗ കുർത്താസ് അങ്ങനത്തെ സാധനങ്ങളാണ് ചേർന്നത്. കൊള്ളാം. നമ്മുടെ കയ്യിലുള്ള ചുരിദാറിന്റെ കട്ടിലും കൊള്ളാം. ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. മെറ്റീരിയൽ എങ്ങനെയുണ്ട്? സുഖം ഉണ്ടോ ഇടാൻ? ഷോൾ എങ്ങനെയുണ്ട്? ഷോളും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഷോൾ.
എങ്ങനെ വേണ ഇടാം അല്ലേ? ഇങ്ങനെ വേണേലും ഇടാം, ഇങ്ങനെ വേണേലും ഇടാം, ഇങ്ങനെ വേണേലും ഇടാം. ഓക്കെ. ഇതിന്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുത്തേക്ക്. എന്റെ പ്രൈസ് ഏകദേശം 500-600 റേഞ്ചിലേ വരണുള്ളൂ. നല്ല ക്വാളിറ്റി ഡ്രസ്സും ആണ്. വാഷ് ചെയ്യുമ്പോഴേ പിന്നെ ബാക്കി നമുക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് എന്റെ മെറ്റീരിയലിൽ ചെറുതായിട്ട് ചുരുങ്ങിയിട്ട് കളർ പോകുന്നുണ്ട്. കളർ പോകും, കളർ ഫീഡ് ആവും. ഇപ്പൊ 5 out of 5 വച്ചേക്കാം, കൊടുക്കണ്ടല്ലോ തിരിച്ച്. ഓക്കെ, ഇനി അടുത്ത പോയി ട്രൈ ചെയ്തോളൂ. ദിസ് ഇസ് മൈ ഫേവറേറ്റ് ഡ്രസ്. നല്ല രസമുണ്ട്, നല്ല കളറ്. പക്ഷെ നല്ല കളറ്, നല്ല കളറും കൊള്ളാം, പാറ്റേണും കൊള്ളാം. എനിക്ക് തോന്നുന്നു നല്ല സുഖം ഉണ്ടല്ലോ ഇടാനായിട്ട്. ആ പൊന്നേ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. കാഷ്വൽ വെയർ ആയിട്ട് കണ്ടപ്പോ എനിക്ക് അത്ര കൊള്ളാമൊക്കെ പറഞ്ഞ അത്ര ഒരു ഇത് തോന്നില്ല. പക്ഷെ ഇട്ടപ്പം കൊള്ളാം, അതൊരു കൈ ഇത്തിരി വലുത് കേട്ടോ. സ്റ്റാൻഡേർഡ് ഉണ്ട് കാണാനായിട്ട്. അത് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ ഫുള്ള് ഇങ്ങനെ കംപ്ലീറ്റ് ഫിറ്റഡ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. പാന്റും കൊള്ളാം. എ ലൈൻ കുർത്താസും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ബോഡി ഷേപ്പിന് ചേരുന്നുണ്ട്. നൈസ് ആയിട്ടുണ്ട്. കീപ് ഇറ്റ്. ഇഷ്ടപ്പെട്ടു. ഇതും 500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഫസ്റ്റ് 2 കുർത്താസില് എനിക്ക് 2 കുർത്താസും ഇഷ്ടപ്പെട്ടു. കുർത്ത സെറ്റില് എനിക്ക് എന്റെ കുർത്ത സെറ്റ് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. മറ്റത് എനിക്ക് അനാർക്കലീസ് ആണ് അവരുടെ ബോഡി ഷേപ്പിന് കുറച്ചും കൂടെ ചേർന്നതെന്ന് എനിക്ക് തോന്നുന്നു കണ്ടപ്പോഴത്തേക്കും. ഇനി അമ്മ എടുത്തോണ്ട് പോയത് കുറച്ചൊരു ബ്രൈറ്റ് കളറാണ്. കുറച്ചൊരു ഫെസ്റ്റീവ് അല്ലെങ്കിൽ കല്യാണം അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള കുർത്ത സെറ്റ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. വായോ. കൊള്ളാമോ? എനിക്കവിടെ ഷോള് കുറച്ച് ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നുന്ന. എനിക്ക് തോന്നുന്നു തേച്ചാ കുറച്ചുകൂടെ മെനയാവുമായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു ഷോള് വേറെ ഒരെണ്ണവും സെറ്റ് ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആണോ? പാന്റിന് നീളമുണ്ടോ? എനിക്ക് തോന്നുന്നു കൈക്കുടിയുടെ അവിടെയും സ്ലീവ്സിന്റെ മൊത്തം പാർട്ടിലും ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ബോഡിയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ആക്കണം അല്ലേ? ലൂസാക്കി ഇട്ടാലും വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഒരു വണ്ണം പുറത്തോട്ട് കാണില്ല. അമ്മയ്ക്ക് കുറച്ചൊരു ടമ്മി ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇറുക്കാതിരിക്കണായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇങ്ങനെ ഇട്ടാലും മെനയുണ്ട്. എനിക്ക് തോന്നുന്നു സ്ലീവ്സ് ഒന്ന് കറക്റ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. സ്ലീവ്സ് കുറച്ച് ലൂസാണ്. ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുറച്ച് ക്ലോസ് കാണിച്ചു കൊടുക്കുക. മെറ്റീരിയലും അടിപൊളിയാണല്ലേ. അകത്ത് ലൈനിങ് ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ ക്യാമറയിൽ അതിന്റെ കറക്റ്റ് കളർ മനസ്സിലായി. ഇത് കുറച്ചൊരു ഡാർക്ക് ഗ്രീൻ കളറാണ്. നല്ലൊരു ഫെസ്റ്റീവ് മോഡിൽ ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ്. വിത്ത് മസ്റ്റേർഡ് യെല്ലോ പാന്റ് ആൻഡ് ഷോൾ. കൊള്ളാം, കൊള്ളാം. നമുക്ക് ചേർന്നുണ്ട്. അത് അകത്ത് ഇന്നാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതും 500-600. ഞാൻ ഇതിൽ കാണിക്കുന്ന എല്ലാം 500-600 റേഞ്ച് ആണ്. ഓക്കെ, ഫുൾ കുർത്ത സെറ്റ്. നമ്മൾ നോർമലി ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കാറില്ല. ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് ഇപ്പൊ ഈ 3 ട്രൈ ചെയ്തപ്പോ എന്ത് തോന്നി? അതെന്താ ഇത്ര നാൾ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കാത്ത? അതെന്താ? അതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കും.
മാത്രമല്ല ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു തരാനുള്ള ആ ഒരു ഇതില്ല, കഴിവില്ല. വരുന്ന എത്ര നാള് അവിടെ അമ്മ വാങ്ങിക്കാൻ എങ്ങനെയാന്ന് വെച്ചാല് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാണുമ്പോ ഫേസ്ബുക്കിൽ കാണുമ്പോ അതിൽ കുത്തിയിട്ട് ഒരു കുർത്ത അവിടെ നിന്ന്, ഒരു പാന്റ് ഇവിടെ നിന്ന്, ഒരു ഷോൾ അവിടെ നിന്ന് എല്ലാം വാങ്ങിച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യും. പക്ഷെ ഒരു രസം ഉണ്ടാവില്ല. പക്ഷെ സാരി സെലക്ട് ചെയ്യണേല് ആള് കിടിലാണ്, പുലിയാണ്. പക്ഷെ ചുരിദാർ ഇതുവരെ സെറ്റ് ആയിട്ടില്ലല്ലേ. ഇപ്പോഴാണ് ഇട്ട് തുടങ്ങിയത്, ആഫ്റ്റർ 50+ കഴിഞ്ഞിട്ട്. അതെ, ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇടൂലായിരുന്നു. ഇനി അടുത്ത ട്രൈ ചെയ്തിട്ടോ. അടുത്ത ഏതാ ട്രൈ ചെയ്യാൻ പോണേ? അടുത്ത കളർ കാണിച്ചു കൊടുക്കട്ടെ. ഇത് കുറച്ചൊരു ഭയങ്കര ഒരു ഫെസ്റ്റീവ് മോഡിലുള്ള ഡ്രസ്സാണ്. ബ്രൈറ്റ് കളറാണ്. അമ്മയ്ക്ക് ബ്രൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഇതിലെ ലാസ്റ്റ് ഡ്രസ്സാണ് അമ്മയ്ക്ക് കളേഴ്സിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകണം. കാരണം അമ്മ ആ ഒരു കളറിന്റെ പേഴ്സൺ. എവിടെ പോയാലും എന്ത് ഡ്രസ്സ് എടുക്കാൻ പോയാലും അമ്മ ആദ്യം എടുക്കുന്ന കളർ ആ ഒരൊറ്റ കളറാണ്. അത് ഇനി കാണും, ലാസ്റ്റ് കാണും. ഇപ്പം ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരട്ടെ. എങ്ങനെയുണ്ട്? സംഗതിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ തുണിയൊക്കെ കൊള്ളാം, തുണിയെല്ലാം കൊള്ളാം. പക്ഷെ സൈസ് വലുതായിട്ട് ഡബിൾ എക്സൽ എടുത്ത. സാധാരണ അമ്മ ടോപ്പ് എടുക്കുമ്പോ ഡബിൾ എക്സൽ ആണ് എനിക്ക് കറക്റ്റ്. പക്ഷെ ഇതെന്താ ഈ ഉടുപ്പ് ഡബിൾ എക്സൽ. പക്ഷെ എനിക്ക് നേരത്തെതൊക്കെ എനിക്ക് തോന്നുന്നു എക്സലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. എനിക്ക് തോന്നുന്നു ഓരോ ബ്രാൻഡിലും പല ഡബിൾ എക്സലും ഉണ്ട്. ഡബിൾ എക്സലും രണ്ടും ഇല്ലാത്തതിൽ എക്സലും മറ്റതിൽ ഡബിൾ എക്സലും ആണ് ഞാൻ എടുത്തത്. ഇഷ്ടപ്പെട്ടു, കളറും ഇഷ്ടപ്പെട്ടു. എന്റെ ഈ ഷോളൊക്കെ നല്ല ഭംഗിയുണ്ട്. കുറച്ചുകൂടെ അടുത്ത് വരുമോ? മെറ്റീരിയൽ എനിക്കൊന്ന് അങ്ങോട്ട് ദൂരെ നിൽക്കുമ്പോ മെറ്റീരിയൽ അത്ര നല്ല മെറ്റീരിയൽ, സുഖമുണ്ട്, ഇടാനും നല്ല സുഖമുണ്ടല്ലേ. പൊന്നേ കളറാ ഈ വീഡിയോയിൽ ജസ്റ്റിസ് നടത്തുന്നില്ല. കുറച്ചും കൂടെ ഒരു വേറൊരു ഷെയ്ഡാണ്. ബ്രിഞ്ചോളിന്റെ കത്രികയുടെ ഷെയ്ഡാണ് ഇത്. പക്ഷെ ഇതിൽ അങ്ങനെ എറിച്ച് നിക്കണം. പാറ്റേൺ ഒക്കെ നല്ല രസമുണ്ട്. എനിക്ക് 500 രൂപ ആ ഒരു റേഞ്ചിൽ ഇത് അത്യാവശ്യം അടിപൊളി ഡ്രസ്സാണല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു സ്റ്റിച്ച് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണം. എക്സ്ചേഞ്ച് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. റിട്ടേൺ ചെയ്യണ്ടല്ലോ. ഈ ഡ്രസ് ഏത് കളർന്ന് ഗസ് ചെയ്യാവോ? അമ്മയുടെ ഫേവറേറ്റ് കളറാണ്. അമ്മയുടെ ഫേവറേറ്റ് കളറാണ്. അതെ, അമ്മയുടെ കയ്യിലിരിക്കുന്നത് ഓറഞ്ച്, പുറകിലെ മതിലിന് ഓറഞ്ച് കളർ. അതേ കളർ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഓറഞ്ച്, പിങ്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓറഞ്ച്, പിങ്ക്. ഓക്കെ, താമരപ്പൂവിന്റെ അനിയാ 3 ഡ്രസ്സല്ലേ ആയുള്ളൂ? അല്ല, 4 ഡ്രസ്സായി. ശരി ശരി. സ്മൈൽ സ്മൈൽ. ഹായ് ഹായ്. എപ്പടി കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓറഞ്ച് എന്ന് പറയുന്നത് ഓറഞ്ച് അല്ലേ ഇത്? അത്ര ചെങ്കൽ കളർ, ചെങ്കൽ ഓറഞ്ച് ചേർന്ന കളറാണ്. പ്രോപ്പർ ഓറഞ്ച് അല്ല. പ്രോപ്പർ ഓറഞ്ച് അല്ല. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. എന്നിട്ട് പാറ്റേൺ ആണ് അടുത്ത് കാണിച്ചു കൊടുത്തേ. കൊള്ളാം. കൈ മാത്രമേ ഉള്ളൂ. വർക്ക് ഒക്കെ ഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഒരു ഡിഫറെന്റ് വർക്ക്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ. കഴുത്തായാലും ഇറക്കമൊന്നുമില്ല. ഇതൊരു കറക്റ്റ് സൈസ് ആണല്ലേ. ഷോൾ അടിപൊളി കേട്ടോ. എനിക്ക് ഇത്രയും ഹാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോൾ. നല്ല ക്വാളിറ്റി. അങ്ങനെയല്ല, ഒരു സൈഡിൽ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ ബാക്കിലോട്ട് നിൽക്കും അമ്മ. പെർഫെക്റ്റ്, കൊള്ളാം. ബാക്ക് സൈഡ് ഒക്കെ നോക്കട്ടെ. ബാക്ക് സൈഡ് ഒക്കെ നോക്കട്ടെ. പെർഫെക്റ്റ്, കൊള്ളാം. ഏത് ഇഷ്ടപ്പെട്ട്? ശരി, ആയിക്കോട്ടെ, വെൽക്കം. ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നീലേ, ബ്ലൂ, വൈറ്റും കൂടെ. പിന്നെ ബാക്കി എല്ലാം ഇഷ്ടപ്പെട്ടു. കൊള്ളാൻ കുഴപ്പമില്ല.
കൂടുതൽ ഇഷ്ടമായെന്ന് നമുക്ക് ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ലേ അപ്പൊ അത് മാത്രമേ ഉള്ളൂ അങ്ങനെ. അത് മാത്രല്ല എനിക്ക് ഇത് സ്ലിറ്റ് ഉള്ളതല്ലേ, ഇത് സ്ലിറ്റ് ഇല്ലല്ലോ. സ്ലിറ്റ് ഉണ്ടെങ്കിലും ഭയങ്കര പൊക്കത്തൊന്നും അല്ലല്ലോ, സൈഡ് ഇറക്കിയിട്ടൊക്കെ അല്ലേ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതെല്ലാം അടിപൊളിയല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ആമസോൺ ഹോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞു. മാറ്റിക്കോ. ഞാൻ വാവയെ വെച്ചോണ്ടിരിക്കുകയാണ്, അപ്പൊ എനിക്കൂടെ എനിക്കേ പറ്റില്ല. ഓക്കെ, അമ്മ വന്നാൽ ഇനി വാവ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ ഹോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് എല്ലാ കുർത്ത സെറ്റ്സും ഓൾമോസ്റ്റ് ഇഷ്ടപ്പെട്ടു. അതിൽ ചിലത് എസ്പെഷ്യലി ആ ഗ്രീൻ വൺ, പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാ, ഫസ്റ്റ് വൺ നല്ലതായിരുന്നു, നമുക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഓറഞ്ചും എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിന്റെ ഷോളൊക്കെ നല്ല രസമുണ്ട്. അപ്പൊ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്ക് കാണാം. Till then, take care.